ഹലോ, താനെന്താ സ്വപ്നം കാണാണോ? തനിക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് നിഹ സ്വബോധത്തിലേക്ക് വരുന്നത്. നിഹാരിക എന്നിവിടെ തീരെ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? അന്നേരം നിഹ ഇല്ലെന്ന പോലെ തലയനക്കി. ഓ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ACP ആയുഷ് മേനോനല്ലേ? അവൻ പേര് പറയും മുൻപേ നിഹ അവൻ്റെ പേര് പറഞ്ഞിരുന്നു. എങ്ങനെ മനസ്സിലായി? രാവിലെ കണ്ടപ്പോൾ സതീഷേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ തൻ്റെ അനിയേട്ടനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒരാൾ കാണാൻ വരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ആയുഷ് മേനോൻ, അച്ഛൻ രാഘവ് മേനോൻ, അമ്മ ലക്ഷ്മി. രണ്ടുപേരുടെയും ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും കോട്ടയം ജില്ലയിലാണ്. ഞങ്ങൾ 3 മക്കളാണ്. മൂത്തത് ചേട്ടൻ, ആൾ ഡോക്ടറാണ്, മാരീഡാണ്. ഏട്ടത്തിയും സെയിം പ്രൊഫഷൻ തന്നെയാണ്. പിന്നെയുള്ളത് ഞാൻ, ഇളയത് അനിയത്തിയ. അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറായി വർക്ക് ചെയ്തു വരികയായിരുന്നു. ഒരു പ്രമാദമായ കേസിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. ആയുഷ് അവനെ പരിചയപ്പെടുത്തി. നിഹാരികക്ക് ഒന്നും പറയാനില്ലേ? എന്നെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞാണല്ലോ അല്ലേ? നിഹ ചോദിച്ചു. ഏറെക്കുറെ, അവൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? വേണമെന്നില്ല. ശരിക്കും നിഹാരികയുടെ ഏട്ടനും ഞാനും 2 വർഷമായിട്ടുള്ള ബന്ധമാണ്. ഒരു പോലീസ് ക്യാമ്പിൽ വെച്ചുള്ള പരിചയമാണ്. ഒരു കീഴുദ്യോഗസ്ഥനായിട്ടല്ല ഞാൻ തൻ്റെ ഏട്ടനെ കണ്ടിരുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിലുപരി തൻ്റെ ഏട്ടൻ എനിക്ക് സ്വന്തം ഏട്ടനെ പോലെ ആയിരുന്നു. അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന പേരാണ് നിഹാരിക എന്ന ഈ കുഞ്ഞോളെ കുറിച്ച്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അനിയേട്ടൻ്റെ ഫോണിൽ നിന്നും ഞാൻ തൻ്റെ ഫോട്ടോസ് കണ്ടിരുന്നു. ആദ്യം കണ്ടപ്പോഴേ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. പിന്നീട് തന്നെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഉള്ളിലെവിടെയോ ഒരു ഇഷ്ടം തോന്നി. വീട്ടിൽ വിവാഹാലോചന തുടങ്ങിയപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് തൻ്റെ മുഖമാണ്. ഞാൻ തൻ്റെ ഏട്ടനോട് ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. അന്ന് അനിയേട്ടൻ പറഞ്ഞത് നിഹാരികയോട് ചോദിക്കാതെ തനിക്കൊന്നും പറയാൻ പറ്റില്ലെന്നാണ്. പക്ഷേ തനിക്കിഷ്ടാവുകയാണെങ്കിൽ നോക്കാം എന്നും കൂടി പറഞ്ഞിരുന്നു. ഞാൻ വളച്ചിട്ടില്ലാതെ ചോദിക്കാം, നിനക്ക് എന്നെ ഇഷ്ടമായോ? വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇത്രയും നേരം ആയുഷ് പറഞ്ഞതൊക്കെയും കേട്ടുകൊണ്ടിരുന്ന നിഹയ്ക്ക് അവൻ്റെ അവസാന ചോദ്യം കേട്ടപ്പോൾ എന്ത് പറയണം എന്നറിയാതെയായി. അത് എനിക്കത്ര പെട്ടെന്ന് നിഹ വാക്കുകൾക്ക് വേണ്ടി പരതി. വേണ്ട, തിരക്കില്ല, നിഹാരിക നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ നിഹയ്ക്ക് ആശ്വാസമായി. അപ്പോഴേക്കും ഇരുവർക്കും കുടിക്കാനുള്ള ഫ്രഷ് ജ്യൂസ് വന്നു. ജ്യൂസ് കുടിക്കുമ്പോൾ ആയുഷിൻ്റെ കണ്ണുകൾ നിഹയുടെ മുഖത്തു കൂടെ അലഞ്ഞു നടന്നു. അത് തിരിച്ചറിഞ്ഞ നിഹ അവൻ്റെ മുഖത്ത് നോക്കാതെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഞാൻ തന്നിൽ നിന്നും ഒരു പോസിറ്റീവ് മറുപടി പ്രതീക്ഷിച്ചോട്ടെ? അതിനിടയിൽ ആയുഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നിഹയ്ക്ക് എന്ത് പറയണം എന്നറിയാതെയായി. ആയുഷിൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം നിഹയെ തളർത്തി. കഫറ്റേരിയയിൽ ഇരുവരുടെയും മുന്നിലെ ടേബിളിൽ വെച്ചിട്ടുള്ള ഫ്രഷ് ഫ്ലവേഴ്സ് അറേഞ്ച്മെൻറ്റ്സിനുള്ളിലായി ഒളിപ്പിച്ചിട്ടുള്ള വയർലെസ് മൈക്രോഫോണോട് കൂടിയുള്ള സ്പൈ ക്യാമറ വഴി ആദം തൻ്റെ ഓഫീസ് ക്യാബിനിലിരുന്ന് ലാപ്ടോപ്പിലെ ഒരു ആപ്ലിക്കേഷൻ വഴി ഇതൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആയുഷിൻ്റെ കണ്ണിലെ പ്രണയവും നിഹയുടെ മുഖത്തെ ഭാവങ്ങളും ആദമിനെ ശരിക്കൊരു ചെകുത്താനാക്കി മാറ്റി. ആദം തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഫ്ലവർ വേസ് വലിച്ചെറിഞ്ഞതും അത് തറയിൽ വീണ് ചിന്നിച്ചിതറി. ആയുഷ് മേനോൻ, നീ വീണ്ടും എൻ്റെ മുന്നിൽ തടസ്സമായി വരികയാണോ? മറ്റെന്തും ഞാൻ ക്ഷമിക്കും. പക്ഷേ നിഹാരിക, അവളിലൂടെ നീ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതണ്ട ആയുഷ്. നിഹാരിക എനിക്കുള്ളതാ, എനിക്ക് മാത്രം. ആദം അന്നേരം ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ആയുഷും നിഹയും അവിടെ നിന്ന് മടങ്ങിയതിന് പിന്നാലെ അവിടുത്തെ വെയിറ്റർ ബോയ് വന്ന് ആരും കാണാതെ ആ ക്യാമറ എടുത്തു മാറ്റി. അന്ന് രാത്രി ചെകുത്താൻ്റെ കോൾ നിഹയെ തേടിയെത്തി. ആദ്യം നിഹ കോൾ ഇഗ്നോർ ചെയ്തെങ്കിലും പിന്നെയും അവൻ കോൾ ചെയ്തപ്പോൾ നിഹ കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒന്നും സംസാരിച്ചില്ല. ഹലോ നിഹാരിക, എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെയും മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇനി വിളിക്കരുതെന്ന്. എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? നീ എൻ്റേതല്ലേ, ഈ ചെകുത്താൻ്റെ പെണ്ണ്. നീ മറ്റൊരുത്തൻ്റെ മുന്നിൽ കാഴ്ച വസ്തുവായി നിന്നാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല, സഹിക്കില്ല. അതുകൊണ്ട് നീ കൊച്ചേ ഏട്ടനോട് പറഞ്ഞേക്ക് ആ ACP ഇഷ്ടമായില്ലെന്ന്. എനിക്കറിയാം നീക്ക് അവനെ പോലെ ഒരുത്തന്നെ ഇഷ്ടാവില്ലെന്ന്. നിഹാരിക എൻ്റേതല്ലേ അല്ലേ നിഹാരിക? ചെകുത്താൻ്റെ സ്വരം ഒരു നിമിഷം പ്രണയാർദ്രമായി. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ നിങ്ങളുടേതാണെന്നോ?
നല്ല തമാശ. ഞാൻ തമാശ പറയാറില്ല നിഹാരിക. പിന്നെ ഇപ്പം പറഞ്ഞതെന്താ, ജോക്കാണോ? പിന്നെ ഒരു കാര്യം, എനിക്ക് ആ പോലീസുകാരനെ ഇഷ്ടമായില്ലെന്ന് ആര് പറഞ്ഞു? എനിക്കാളെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ചതും അതുപോലെ ഒരാളെയാണ്. അതുമല്ല, ആളൊരു സമർത്ഥനായ IPS ഓഫീസറാണ്. മറഞ്ഞു നിന്നുള്ള തൻ്റെ ഫോൺ കോളൊക്കെയും ഇനി നിർത്തിക്കോ, ഇല്ലേ താൻ വിവരം അറിയൂ. നിഹ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു പൊട്ടിച്ചിരിയാണ് ഉയർന്നത്. നീ ആരെയാണ് നിഹാരികയെ പേടിപ്പിക്കുന്നത്? എന്നെയോ? ആ മഷിയിട്ട് നോക്കിയാൽ പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുമല്ല, നീയോ അവനുമായുള്ള വിവാഹവും നടക്കില്ല. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക് എന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിക്കുകയായിരുന്നു. നിഹയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ആ സമയത്ത് തന്നെയാണ് ആയുഷിൻ്റെ കോൾ വരുന്നതും. അന്നേരം അവൾക്ക് അവനോടൊന്നും പറയാനില്ലായിരുന്നു. അതുകൊണ്ട് അവൾ കോൾ എടുത്തില്ല. നിഹയ്ക്ക് ആയുഷിനോട് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിലും അവൾ കുറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നില്ല. തൻ്റെ പ്രൊഫഷനിൽ നിന്നുള്ള ഒരാളെ തന്നെ പാർട്ട്ണറായി വേണമെന്ന് അവളുടെ ആഗ്രഹമായിരുന്നു. തൻ്റെ കരിയറിൽ താൻ ആഗ്രഹിച്ച നേട്ടം സ്വന്താക്കണമെങ്കിൽ ഈ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അനി ആയുഷിനെ പറ്റി ചോദിച്ചപ്പോൾ താൻ ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഇതിനിടയിൽ ആയുഷ് 2-3 തവണ അവളെ കാണാൻ വന്നപ്പോഴും അവൾ ഇഷ്ടമാണെന്നോ അല്ലെന്നും പറഞ്ഞില്ല. എങ്കിലും ആയുഷ് അവൻ്റെ പെണ്ണായി അവളെ മനസ്സിലുറപ്പിച്ചിരുന്നു. ഇതേ സമയം ആദം നിഹയുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇതിനിടയിൽ അക്ഷര നിഹയുടെ സഹായത്തോടെ ബെസ്റ്റ് ഡിസൈനർ ഓഫ് ദി വീക്ക് കോൺടെസ്റ്റിനുള്ള കോസ്റ്റ്യൂം റെഡിയാക്കിയെടുത്തു. പ്രിലിമിനറി സ്കെച്ച്, ഫൈനൽ സ്കെച്ച്, മെറ്റീരിയൽ സെലക്ഷൻ, കളർ സെലക്ഷൻ ഇതൊക്കെയും നിഹയുടെ ഐഡിയ ആയിരുന്നു. അച്ചുവിൻ്റെ ജോലി പോവാതിരിക്കാൻ വേണ്ടി നിഹ ആരും കാണാതെ അവൾ ഒരുപാട് സഹായിച്ചു. ആ ജോലി ചെയ്യുമ്പോൾ തനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണെന്ന് നിഹയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ നിഹ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് അക്ഷരയെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഇന്നാണ് അക്ഷര ഉണ്ടാക്കിയ കോസ്റ്റ്യൂം ആദമിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. നിഹയുടെ ഡിസൈൻ ആയതുകൊണ്ട് അക്ഷരയ്ക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ലായിരുന്നു. എന്നാൽ നിഹയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അക്ഷര താൻ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂം ആദമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടെ നിഹയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആരുടെയും കണ്ണടക്കുന്ന ഒരു ഇളം നിറത്തിലുള്ള ഒരു ട്രഡീഷണൽ വെയർ. പുറമേ കാണുന്ന ഭംഗി മാത്രം നോക്കിയാൽ പോരല്ലോ, ബാക്കിയൊക്കെ നോക്കണ്ടേ. അതിനാൽ ആദം കോസ്റ്റ്യൂം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഈ സമയത്താണ് സെറയും അങ്ങോട്ട് വരുന്നത്. അക്ഷരയുടെ ഡിസൈനിങ് വർക്ക് കണ്ട് സെറ ശരിക്കും അത്ഭുതപ്പെട്ടു. താൻ പോലും ചിന്തിക്കാത്ത ഐഡിയാസൊക്കെയുമാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ അക്ഷര കൊണ്ടുവന്നിട്ടുള്ളത്. എന്നത് കണ്ടപ്പോൾ സെറയ്ക്ക് അസൂയയും കുശുമ്പും കുത്തി. അരിച്ച് പെരക്ക് നോക്കി കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമവും പാഴായിപ്പോയി. കാരണം അതിനു മുൻപേ ആദം അക്ഷരയെ അഭിനന്ദിച്ചിരുന്നു. വെറും അഭിനന്ദനങ്ങൾ മാത്രമായിരുന്നില്ല, ഒരു ഷേക്ക് ഹാൻഡ് കൂടി നൽകി. അക്ഷര, ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. ഇത്രയും മനോഹരമായ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഞാൻ കണ്ടിട്ടില്ല. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. കണ്ട് പഠിക്ക് സെറ. ഈ ഒരു സ്കില്ലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെറ, താൻ ഗൈഡ് ചെയ്യുന്ന ന്യൂ പ്രൊജക്റ്റിൻ്റെ സ്കെച്ചൊക്കെയും പെട്ടെന്ന് റെഡിയാക്കണം. അവിടെ സെറ മാക്സിമം എഫേർട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നും പറഞ്ഞ് ആദം അവിടെ നിന്ന് പോയതും സെറ അക്ഷരയെ കടുപ്പിച്ച് നോക്കി ചവിട്ടിത്തുള്ളി പോയി. ഇരുവരും പോയെന്ന് ഉറപ്പ് വരുത്തിയതും അക്ഷര നിഹയെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച് താങ്ക്സ് പറഞ്ഞു. നിനക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ ഞാൻ ചുളിവിൽ അടിച്ചു മാറ്റി അല്ലേ? സോറിഡി, അക്ഷര സങ്കടത്തോടെ പറഞ്ഞു. ഒന്ന് പോടി, നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടുന്നതിന് തുല്യമാണ്. എന്തായാലും നിന്റെ ജോലി പോയില്ലല്ലോ, അത് മതി. സാർ പറഞ്ഞത് കേട്ടില്ലേ, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന്. ഇനി മടിയൊക്കെ മാറ്റി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നീ അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നിനക്കില്ലാത്ത ബ്രൈറ്റ് ഫ്യൂച്ചർ എനിക്കെന്തിനാ? എനിക്ക് ഫ്യൂച്ചർ അത്രക്കങ്ങ് ബ്രൈറ്റ് ഉണ്ടെങ്കിലോ ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോവും. നീയാണിതിൻ്റെ റിയൽ ഡിസൈനർ എന്ന് പറഞ്ഞാലോ എന്ന് വരെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചതാ. പിന്നെ എൻ്റെ ജോലി മാത്രമല്ല നിൻ്റെ ജോലി കൂടി പോവല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു. നിഹയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അക്ഷര പറഞ്ഞു. എൻ്റെ ജോലി പോയാൽ അങ്ങ് പോട്ടേന്ന് വെക്കും, അല്ലെങ്കിലും ഞാനത് ആഗ്രഹിച്ച് ചെയ്യുന്ന ജോലിയൊന്നുമല്ലല്ലോ. നിഹയുടെ സ്വരത്തിൽ എവിടെയോ ഒരു വേദന ഉണ്ടായിരുന്നു. എന്നാലും ആദം സാറിൻ്റെ പി എന്ന് പറയുന്നത് ചെറിയ ജോലിയാ? അതുമല്ല, സാറിപ്പം നിന്നോട് അത്രയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നില്ലല്ലോ. നിന്നോടിപ്പോൾ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. നിനക്ക് വേണ്ടി പ്രത്യേകം ക്യാബിനിട്ട് തന്നില്ലേ? ഇവിടത്തെ മാനേജർക്ക് പോലും അത്രയും സൗകര്യമുള്ള ക്യാബിനില്ല. എന്താ മോളെ, സാറിന് നിന്നോട് ലബ്ബ? അക്ഷര അവളെ പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി, അതൊന്നുമല്ല. ഒരുമിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത 2 പേരാണ് ഞാനും ആദം സാറും. സാർ അവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അതുമല്ല, ഞങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളല്ലാതെ പറയത്തക്ക ഒരു പൊരുത്തവുമില്ല. പിന്നെ ആ പ്രേമം എൻ്റെ തലയിൽ വരച്ചിരിക്കുന്നത്
ആയുഷ് മേനോൻ തന്നെയാണ്. നിഹ ആഞ്ഞൊരു ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ നീ അയാളോട് യെസ് പറയാത്തെ? അത് പിന്നെ എനിക്കെന്തോ ഒരു പോലീസുകാരനായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോലീസുകാരെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഒരു ലൈഫ് പാർട്ട്ണറായി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ സെയിം ഫീൽഡിൽ നിന്നുള്ള ഒരാളെയാണ് വേണ്ടത്. ഇതൊക്കെയും അനിയേട്ടനോട് പറയാൻ എന്തോ ഒരു വല്ലായ്മ. എനിക്ക് ബെസ്റ്റ് ആദം സർ തന്നെയാടി, വിടാതെ മുറുകെ പിടിച്ചോ. ഇനി നീ ഇക്കാര്യം എൻ്റെ കൊല്ലും ഞാൻ, നിഹ അച്ചുവിനെ പേടിപ്പിച്ചു. മറന്നു വെച്ച തൻ്റെ ഫോൺ തിരികെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ആദം. നിഹയും അക്ഷരയും തമ്മിൽ നടന്ന സംസാരം മുഴുവനും ആദം കേട്ടിരുന്നു. ആ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് കൂടി നിഹയാണെന്ന് കേട്ടപ്പോൾ ആദ്യം ദേഷ്യം തോന്നി. പിന്നെ ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് ഓർത്തപ്പോൾ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ തിരിഞ്ഞു നടന്നു. അതിനിടയിൽ നിഹ ആയുഷിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മഞ്ഞുമഴ പെയ്തു. നിഖിൽ, നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതിപ്പോൾ 5 മണിക്ക് നടക്കേണ്ട ഷോയാണ്. ഇപ്പം തന്നെ സമയം 3 കഴിഞ്ഞു. ഈ ലാസ്റ്റ് ടൈമിൽ ഷോയിൽ നിന്നും പിന്മാറുക എന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും. നോ, അതൊരിക്കലും പാടില്ല. ആദം നിഖിലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. സർ, ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി, കോൾ കണക്റ്റ് ആവുന്നില്ല, നിഖിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആദം മുഷ്ടിക്കൊണ്ട് ചുവരിലേക്ക് ആഞ്ഞടിച്ചു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു മോഡലിനെ എവിടെ നിന്നാ കണ്ടെത്തുക? എവിടെ നിന്ന് കിട്ടിയിടോ ഇമാതിരി ഉത്തരവാദിത്വമില്ലാത്ത മോഡലിനെ? ഇന്ന് തന്നെ ആ മോഡലും നമ്മുടെ കമ്പനിയുമായുള്ള അഗ്രിമെൻറ്റ്സ് ഒക്കെയും ക്ലോസ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്സ് ഒക്കെയും സെറ്റിൽ ചെയ്തേക്ക്. ഇനി അവരുടെ സേവനം ഈ കമ്പനിക്ക് ആവശ്യമില്ല. ആദത്തിൻ്റെ ആജ്ഞ കേട്ടതും നിഖിൽ അതുപോലെ ചെയ്തോളാന്ന് പറഞ്ഞു. അന്നേരമാണ് കമ്പനിയുടെ സ്റ്റൈലിസ്റ്റ് ജാൻവി അങ്ങോട്ട് വരുന്നതും നിഹാരികയെ മോഡലായി ഷോയിൽ പങ്കെടുപ്പിച്ചാലോ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതും. നിഹാരികയോ? അവളെങ്ങനെ ശരിയാവും? മോഡലിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ആളെ വെച്ച് ചെയ്യിപ്പിച്ചാലേ ശരിയാവില്ല. അവളെ കൊണ്ട് മര്യാദയ്ക്ക് റാമ്പ് വാക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ആദം ഗൗരവത്തിൽ ചോദിച്ചു. സർ, ഇതൊന്ന് നോക്കൂ. ബാംഗ്ലൂരിൽ നിഹാരിക പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഫാഷൻ കോൺടെസ്റ്റാണിത്. ഇതിൽ വിന്നർ നിഹാരിക ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഷോയിൽ പങ്കെടുക്കാനുള്ള അത്യാവശ്യം ക്വാളിഫിക്കേഷൻസ് ഒക്കെയും ആ കുട്ടിക്കുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ഷോ അല്ലേ സർ? നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് ആ കുട്ടിയെ വെച്ച് ചെയ്താൽ പോരെ? ജാൻവി തൻ്റെ അഭിപ്രായം പറഞ്ഞു. ജാൻവി തൻ്റെ ഫോണിൽ നിന്നും കാട്ടിക്കൊടുത്ത വീഡിയോസിലേക്ക് ആദമിൻ്റെ കണ്ണുകൾ നീണ്ടു. നിഹ ആ വീഡിയോയിൽ അത്യാവശ്യം നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി നടന്നൊരു ഷോയാണ്. നിഹയെ ഒരു മോഡലായി കാണാൻ ആദം ആഗ്രഹിച്ചിരുന്നില്ല. അവളുടെ സൗന്ദര്യം അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക തനിക്ക് ഓർക്കാൻ പോലും വയ്യ. ആദം ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം മുന്നിൽ വേറെ വഴിയില്ല. അതുമല്ല, മാന്യമായ വസ്ത്രമാണ് ധരിക്കുന്നത്. ആ ഒരു ചിന്തയിൽ നിഹ സമ്മതിക്കുകയാണെങ്കിൽ നിഹയെ വെച്ച് ചെയ്തുകൂടാൻ ആദം സമ്മതം അറിയിച്ചു. ഇക്കാര്യം അറിഞ്ഞ നിഹ ആദ്യം വിസമ്മതിച്ചുവെങ്കിലും അവിടെ എല്ലാവരും അവളോട് അപേക്ഷ രൂപേണ പറഞ്ഞപ്പോൾ അവൾ സമ്മതം അറിയിക്കുകയായിരുന്നു. അപ്പോഴും ആദം മൗനം പാലിച്ചു. കൃത്യം 5 മണിക്ക് ഡാഷ് മാഗസീനും KDAയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡിസൈനർ ഓഫ് ദി വീക്ക് ഷോ ആരംഭിച്ചു. പ്രമുഖ ഡിസൈനിങ് കമ്പനിയുടെ മോഡലുകളോടൊപ്പം AJയെ പ്രതിനിധീകരിച്ചു നിഹ സ്റ്റേജിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ VIP സീറ്റിൽ ഫാഷൻ ലോകത്തെ പ്രമുഖർക്കൊപ്പം ആദം ജോണും ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിഹയിൽ മാത്രം ഒതുങ്ങി നിന്നു. കാണികളുടെ കൂട്ടത്തിൽ അക്ഷരയടക്കം AJ ഡിസൈനിലെ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ഓരോ മോഡൽസിനെയും അവരുടെ കമ്പനിയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു റാമ്പ് വാക്കോട് കൂടി ഷോ ആരംഭിച്ചു. AJയുടെ പുതിയ മോഡലിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കോസ്റ്റ്യൂം, ട്രഡീഷണൽ ലുക്കിനൊപ്പം മോഡേൺ ടച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഒപ്പം മോഡലിൻ്റെ ആരെയും മയക്കുന്ന സൗന്ദര്യവും ആ മുഖത്ത് വിരിയുന്ന മനോഹരമായ ചിരിയും നിഷ്കളങ്കമായ നോട്ടവും, ആരെയും അനുകരിക്കാതെ തൻ്റേതായ ശൈലിയിലുള്ള പ്രകടനം, ഓരോ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി, ഒപ്പം മായം ചേർക്കാതെയുള്ള ആ ചിരിയും സംസാരവും, അതൊക്കെയും കാണുമ്പോൾ ആരായാലും ഒരു നിമിഷം നോക്കിയിരുന്നു പോകും. അതുതന്നെയാണ് നിഹയെ 3 ഫൈനലിസ്റ്റുകളിൽ ഒരാളായി തിരഞ്ഞെടുത്തതും. ഫൈനൽ റൗണ്ടിലെ സ്പീക്കിംഗ് ടെസ്റ്റിൽ അവൾക്ക് കൊടുത്ത വിഷയത്തെക്കുറിച്ച് ഒട്ടും പതറാതെ വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കലരാതെ മലയാളത്തിൽ സംസാരിച്ചു. റിസൾട്ട് അനൗൺസിന് മുൻപായി നിഹയോട് ജൂറി മെമ്പർ ഒരു ചോദ്യം ഉന്നയിച്ചു. നിഹാരിക ദാസ്, AJ ഡിസൈൻ സ്പോട്ടിൻ്റെ ന്യൂ മോഡലിംഗിൽ ആദ്യത്തെ സ്റ്റേജ് അപ്പിയറൻസ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ മുഖത്ത് ഞങ്ങൾക്ക് അതിൻ്റേതായ നെർവസോ അല്ലെങ്കിൽ ഷൈനസോ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. പകരം വല്ലാത്തൊരു ഓവർ കോൺഫിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർക്ക് പോലും ഇല്ലാത്ത ധൈര്യവും കോൺഫിഡൻസും ഈ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിന് പിന്നിലെ കാരണം എന്താണ്? ജൂറിയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിഹയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. അത് ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല സർ, അതാണ് യഥാർത്ഥ ഞാനെന്ന വ്യക്തി ഇവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
എനിക്ക് ഫസ്റ്റ് പ്ലേസോ സെക്കൻഡ് പ്ലേസോ തേർഡ് പ്ലേസോ ഒന്നും വേണ്ട. അതൊക്കെ ആഗ്രഹിച്ചു വരുന്നവർക്ക് സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനോടുള്ള ഒരു ബഹുമാനം. ഞാനൊരു പ്രൊഫഷണൽ മോഡലല്ല. ഞങ്ങളുടെ കമ്പനി മോഡലിൻ്റെ അഭാവത്തിൽ ഒരു പകരക്കാരിയായി വന്നതാണ്. ഒരു സ്റ്റെപ്പ് മോഡൽ എന്ന് വേണേൽ പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോഡലിംഗ് എന്താണെന്ന് പോലും അറിയില്ല സാർ. മോഡലിംഗ് എൻ്റെ പാഷനോ പ്രൊഫഷനോ ഒന്നുമല്ല. എന്നിരുന്നാലും ഈ ഒരു പ്രൊഫഷനെ ഞാൻ ബഹുമാനിക്കുന്നു. ഇതെൻ്റെ ആദ്യ ഷോയാണ്, ഒരുപക്ഷെ അവസാനത്തെയും. ഇതിലെ വിജയമോ പരാജയമോ ഞാനെന്ന വ്യക്തിയെ ഒരു തരത്തിലും ബാധിക്കില്ല. പക്ഷേ എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നെ ഈ ജോലി ഏൽപ്പിച്ച ഞങ്ങളുടെ കമ്പനിയോട് എനിക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ എന്നാൽ കഴിയും വിധം ഞാനിവിടെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെയും ദൈവത്തിൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. നിഹ ഇത് പറഞ്ഞു കഴിഞ്ഞതും സദസ്സിൽ നിറഞ്ഞ കയ്യടികളായിരുന്നു. ഒരു മടിയോ ഭയമോ കൂടാതെയുള്ള നിഹയുടെ തുറന്നു പറച്ചിലും കോസ്റ്റ്യൂമിലെ പുതുമയും കൂടി കണക്കിലെടുത്തു ഫൈനൽ റൗണ്ടിൽ AJയുടെ മോഡൽ വിന്നർ ആവുകയും ചെയ്തു. കൂടെ ഡിസൈനർ ഓഫ് ദ വീക്കായി അക്ഷരയുടെ കോസ്റ്റ്യൂം തിരഞ്ഞെടുത്തു. ഫാഷൻ ഐക്കൺ ഓഫ് ദ വീക്ക് നിഹാരിക ദാസിന് കിരീടം അണിയിച്ചത് അറിയപ്പെടുന്ന മോഡലും സിനിമാ താരവുമായ രഞ്ജിനി പിള്ളയാണ്. നിഹയുടെ വിജയം ആദമിൻ്റെ മുഖത്ത് പുഞ്ചിരി പടർത്തി. AJയുടെ പുതിയ മോഡലിൻ്റെ മുഖം പലരും ക്യാമറയിൽ പകർത്താൻ തിരക്ക് കൂട്ടിയപ്പോൾ കമ്പനി MD എന്ന നിലയിൽ ആദം ഇടപെട്ടു. ഷോ സ്പോൺസറായ പ്രമുഖ മാഗസിൻ്റെ കവർ പേജിനുള്ള ഫോട്ടോസ് ഒഴികെ മറ്റൊന്നിനും ആദം അനുമതി കൊടുത്തില്ല. എന്ന് മാത്രമല്ല, അവൻ നിഹയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ക്യാമറ കണ്ണുകൾ ഈ ദൃശ്യം പകർത്തിയെടുക്കാൻ തിരക്ക് കൂട്ടി. അപ്പോഴേക്കും സമയം രാത്രി 8 മണി ആവാറായിരുന്നു. വീട്ടിൽ നിന്നും വിളി വന്നതുകൊണ്ട് അക്ഷര കുറച്ച് നേരത്തെ പോയിരുന്നു. നിഹയോട് താൻ പറഞ്ഞോളാന്ന് ആദം ഉറപ്പ് നൽകിയപ്പോഴാണ് അക്ഷര അവളെ വിട്ടിട്ട് പോയത്. ഷോയ്ക്ക് വേണ്ടി അണിഞ്ഞ ഡ്രസ്സൊക്കെയും മാറി താൻ നേരത്തെ ധരിച്ച ഡ്രസ്സും അണിഞ്ഞ് നിഹ ആദമിൻ്റെ വണ്ടിയിൽ കയറി. താനിന്ന് വൈകുമെന്ന് നേരത്തെ അവളെ ഏട്ടത്തിയോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിനാൽ അക്കാര്യത്തിൽ ടെൻഷനില്ലായിരുന്നു. നിഹയും ആദമും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. നിഹ ആണെങ്കിൽ ആകെ ടയേർഡായിരുന്നു. അന്നേരം ഇരുവരുമൊന്നും സംസാരിച്ചില്ല. ആദമിൻ്റെ നോട്ടം ഇടയ്ക്കിടെ നിഹയെ തേടിയെത്തുന്നുണ്ട്. എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് കണ്ണു നട്ടിരിപ്പാണ്. മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദം അവളോട് താങ്ക്സ് പറഞ്ഞപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇന്ന് നിഹ ഷോയിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നേ, അതെൻ്റെ ബിസിനസ്സിന് മാത്രമല്ല എൻ്റെ ഇമേജിനെ കൂടി ബാധിക്കുമായിരുന്നു. എന്നാലും നിന്നിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ശരിക്കും ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കാണ് തെറ്റ് പറ്റിയത്. ആ ഒരു തെറ്റ് ഞാൻ വൈകാതെ തിരുത്തുന്നുണ്ട്. ആദം അവളിലേക്ക് നോട്ടമറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ സർ. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്നിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കരുത്, നിഹ ഉറപ്പിച്ച് പറഞ്ഞു. അത് ഞാനും ആഗ്രഹിക്കുന്നില്ല. ആദം പറഞ്ഞത് മനസ്സിലാവാത്ത മട്ടിൽ നിഹ അവനെ നോക്കി. നിഹാരിക, ദേ അവിടെന്നേ നമുക്ക് ഒരു കട്ടൻ അടിച്ചാലോ? വഴിയരികിൽ തട്ടുകട ചൂണ്ടി ആദം പറഞ്ഞു. ശരി, അടിച്ചേക്കാം. പക്ഷേ എനിക്ക് കട്ടൻ വേണ്ട. ഒരു കട്ടൻ വാങ്ങിച്ചെന്ന് എന്നെ അങ്ങ് ഒതുക്കാന്നും കരുതണ്ട. ഒരു പാലിട്ടാ ഇങ്ങോട്ടും വേണ്ടേ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെ ചോദിക്കു സാർ. എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി തന്നാൽ മതി. നിഹ പറഞ്ഞത് കേട്ടതും ആദം ശരിയെന്നും പറഞ്ഞ് തട്ടുകടയ്ക്ക് മുന്നേ വണ്ടി നിർത്തി. ഇരുവരും വണ്ടിയിൽ നിന്നിറങ്ങി. ആദം കട്ടൻ കുടിച്ചപ്പോൾ നിഹ പാനിപൂരി കഴിച്ചു. പാനിപൂരി ആസ്വദിച്ച് കഴിക്കുന്ന നിഹയെ ആദം നോക്കി നിന്നു. അവൾ വേണോ എന്ന പോലെ ചോദിച്ചപ്പോൾ അവൻ വേണ്ട എന്ന പോലെ കണ്ണു ചിമ്മി. 2 പ്ലേറ്റ് പാനിപൂരി, ഒരു ഓംലെറ്റ്, ഒരു ചരമുറു വിത്ത് ബുൾസായി, 1 കപ്പ് മട്ടൺ സൂപ്പ്, പിന്നെ നീളത്തിൽ മുറിച്ച ഒരു കഷ്ണം പപ്പായ, വട്ടത്തിൽ മുറിച്ച ഒരു കഷ്ണം പൈനാപ്പിൾ, 4-5 കഷ്ണം കുക്കുംബർ വട്ടത്തിലും നീളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തൊട്ടരികിലെ വഴിയോര കച്ചവടക്കാരൻ്റെ വണ്ടിയിൽ നിന്നും ഐസ്ക്രീം ഇട്ട റോയൽ ഫലൂഡ, അതും ബുർജ് ഖലീഫയുടെ നീളത്തോട് കട്ടക്ക് പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള ഗ്ലാസ്സിൽ. അവളുടെ ആ ലൈറ്റായിട്ടുള്ള കഴിപ്പ് കണ്ട് അവൻ നോക്കിപ്പോയി. അവൻ്റെ ആ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇതിലും ലൈറ്റായിട്ട് എനിക്ക് കഴിക്കാൻ അറിയില്ല സാർ എന്നും പറഞ്ഞ് ഒരു കുൽഫിയും നുണഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് നടന്നു പോകുന്ന പെണ്ണിനെ അവൻ വല്ലാത്ത ഭാഗത്തെ നോക്കി. ഇതാണോ ഇവള് ലൈറ്റായിട്ട് കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ പിന്നെ ഹെവിയായി കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഹോ, ഓർക്കാൻ പോലും വയ്യ. എന്നിട്ടും കുരുട്ടടക്ക പോലെയാണല്ലോ ഇരിക്കുന്നത്. അതും മനസ്സിൽ പറഞ്ഞവൻ വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു. വഴിയിൽ വെച്ച് വണ്ടി ഓഫായതിനെ തുടർന്ന് ആദം വണ്ടിയിൽ നിന്നിറങ്ങി ബോണറ്റ് തുറന്നു നോക്കി. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ ആദം ബോണറ്റ് അടച്ചു വെച്ച് തൻ്റെ ഫോണെടുത്ത് കോൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു നിന്ന നിഹ വണ്ടിയിൽ നിന്നിറങ്ങി അവന് നേരെ നടന്നു. എന്തു പറ്റി സാർ? ബാറ്ററി ഡൗൺ ആണെന്ന് തോന്നുന്നു, സ്റ്റാർട്ടാവുന്നില്ല.
ആദം പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും സാർ? ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ വണ്ടിയുമില്ല. ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഇനിയും വൈകിയാൽ എന്നെ ഏട്ടൻ വഴക്ക് പറയും, നിഹ ടെൻഷനോടുകൂടി പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ നിഖിലിനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ ആദം വീണ്ടും ഫോൺ ചെവിയോട് അടുപ്പിച്ചതും നിഹ അവനെയും അവൻ്റെ വണ്ടിയെയും പ്രാഗിക്കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു. അന്നേരം ഒരു ബുള്ളറ്റ് വന്ന് അവരുടെ വണ്ടിയുടെ അരികിൽ നിർത്തി. ആരേലും വണ്ടിന് മുട്ടി നിർത്തിയതാവും എന്ന് കരുതിയ നിഹ അത് കാര്യമാക്കില്ല. ആദമും ഇത് കണ്ടില്ലായിരുന്നു. ബുള്ളറ്റിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്കുമായി മുന്നോട്ട് നടന്നു. പുറം തിരിഞ്ഞു നിൽക്കുന്ന ആദത്തിൻ്റെ വലത് കൈ നോക്കി അയാൾ ഹോക്കി സ്റ്റിച്ച് വെച്ച് ആഞ്ഞടിച്ചതും ആദം വേദനയോടെ തിരിഞ്ഞു നോക്കി. ഇത് കണ്ട നിഹ ഞെട്ടലോടെ ധൃതിയിൽ ഡോറും തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അയാളുടെ ആദ്യ ഇടി ആദമിൻ്റെ കൈക്ക് കൊണ്ടിരുന്നു. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളുങ്ങുന്നത് നിഹ ശ്രദ്ധിച്ചു. ആദം തൻ്റെ കൈ അമർത്തി പിടിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ നിഹ പകപ്പോടെ ആ രംഗം നോക്കി നിന്നു. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അടുത്ത നിമിഷം ആ ഗുണ്ട വീണ്ടും ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഓങ്ങിയതും ആദം തൻ്റെ വേദന കണക്കിലെടുക്കാതെ അവൻ്റെ നീക്കത്തെ ചെറുത്തുകൊണ്ട് അവൻ്റെ കയ്യിലെ സ്റ്റിക്ക് കൈക്കലാക്കി. നിമിഷ നേരം കൊണ്ട് അവനെ ഇടിച്ച് പരിപ്പിളക്കി ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടപ്പോൾ ഗുണ്ടാ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന മറ്റവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ആദമിന് നേരെ തിരിഞ്ഞു. ആദമിൻ്റെ ഫൈറ്റ് കണ്ട് കോരി തരിച്ചുപോയ നിഹ ഗുണ്ടാ നേതാവിൻ്റെ കയ്യിലെ കത്തി കണ്ടതും ശരിക്കും ഭയന്നു. അവൻ എന്തേലും പറ്റോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി. ആരാടാ നീ? നിനക്ക് എന്താ വേണ്ടേ? നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ട് ആദം തെല്ലും ഭയമില്ലാതെ അവനോട് ചോദിച്ചപ്പോൾ അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഞാൻ തീപ്പൊരു ശശി, നിനക്കറിയാൻ വഴിയില്ല. നിന്റെ കൈയൊടിക്കാനേ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് അങ്ങ് പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നതാ. ഒരു പെൺകൊച്ച കൊട്ടേഷൻ തന്നത്. ആളെ ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു ഗുണ്ട വഴി വന്ന വർക്കായത്. ഏതോ ഒരു പാവം കൊച്ചിന് നിന്റെ കൈയൊടിഞ്ഞ് കാണണമെന്ന് ഒരാഗ്രഹം. അതുകൊണ്ട് ഞാനിങ്ങ് ഫ്രീ ആയി കേസ് ഏറ്റെടുത്തു. കൈയൊടിച്ചാൽ മതിയെന്ന ആ പെണ്ണിൻ്റെ ആവശ്യം. എനിക്കാണെങ്കിൽ തലയെടുത്ത ശീലം എന്നും പറഞ്ഞ അയാൾ കത്തിയും പിടിച്ച് ആദമിന് നേരെ നടക്കുന്നത് കണ്ട നിഹ തീപ്പൊരി ശശി എന്ന അവൻ്റെ പേര് കേട്ട് ഞെട്ടി. അയാൾ പറഞ്ഞ ആ പെണ്ണ് താനാണല്ലോ എന്നോർത്ത് നിഹയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ പറ്റിയ നിമിഷത്തെ അവൾ പഴിച്ചു. എന്നാൽ ആദം ശശിയുടെ വരവ് നോക്കിക്കൊണ്ട് നെഞ്ചു വിരിച്ചു നിന്നിട്ടുണ്ട്. ശശി ആദമിന് നേരെ കത്തി വീശിയതും ആദം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അടുത്ത നിമിഷം ശശിക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ആദം അവൻ്റെ നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടി. അതോടെ കത്തി ഒരു ഭാഗത്തും ശശി മറുഭാഗത്തും. വെറും നിമിഷങ്ങൾ കൊണ്ട് ആദം തീപ്പൊരു ശശിയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി വെറും ശശിയാക്കി. എന്തൊക്കെയായിരുന്നു തലയെടുത്ത ശീലം! ഇപ്പതേ ശശിതെ തറയിൽ കിടന്ന് നിരങ്ങുന്നു. രാജപ്പേട്ടൻ ജയിലിൽ പോയ നന്നായി, ഇല്ലേ? ഒരു റീത്തിൻ്റെ കാശ് കൂടി പോയേനെ. ഈ ആദം ജോൺ കൊള്ളാലോ, ഫാനാക്കി കളഞ്ഞല്ലോ. ഉഫ്, രോമാഞ്ചം! നിഹ സ്വയമെന്ന് പറഞ്ഞു. നിലത്ത് അവശനായി കിടക്കുന്ന ശശിയുടെ കഴുത്തിൽ ആദം തൻ്റെ ഷൂസിട്ട കാല് വെച്ച് ഞെരിച്ചുകൊണ്ട് ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്ന ഗുണ്ടിയെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരുങ്ങവെയാണ് നേരത്തെ അടികൊണ്ട് അവശനായി കിടന്നെന്ന മറ്റവൻ ഹോക്കി സ്റ്റിക്കുമായി ആദമിനെ ലക്ഷ്യം വെച്ച് വരുന്നത്. ആ കാഴ്ച കണ്ട നിഹ മറുത്തൊന്നും ചിന്തിക്കാതെ ഓടിച്ചെന്ന് ആദമിനെ പിടിച്ചു തള്ളിയതും ഹോക്കി സ്റ്റിക്ക് ശക്തമായി നിഹയുടെ കയ്യിൽ പതിഞ്ഞു. വേദന സഹിക്കാനാവാതെ ഒരു നിലവിളിയോടെ നിഹ നിലത്തേക്ക് ഊർന്നു വീഴുന്നത് കണ്ട ആദം നിഹയുടെ അരികിലേക്ക് ഓടി. അവളുടെ അരികിൽ വന്നിരുന്ന അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അവൾ വേദന കൊണ്ട് കൈ അമർത്തി പിടിച്ചു അവിടെ തന്നെ ഇരുന്ന് പോയി. സർ, ദേ അവൻ പിന്നെയും വരുന്നുണ്ട്. ഗുണ്ട പിന്നെയും ആദമിന് നേരെ തിരിയുന്നത് കണ്ടപ്പോൾ നിഹ വേദന കടിച്ചു പിടിച്ച് പറഞ്ഞതാണ്. അന്നേരം ആദം അവിടെ കിടക്കുന്ന ഹോക്കി സ്റ്റിക്ക് എടുത്ത് അവന് നേരെ എറിഞ്ഞു. കൃത്യമായി ഏറെ അവൻ്റെ കാലിൽ കൊണ്ടതും ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്നറിഞ്ഞ് അവൻ ശശിയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിഹ, വാ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആദം അവളെ തന്നോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സർ, എനിക്ക് വയ്യ സർ, നല്ല വേദനയാ, എനിക്ക് വയ്യ സർ. വേദന കൊണ്ട് നിഹയുടെ കണ്ണൊക്കെ നിറഞ്ഞു തൂവിയിട്ടുണ്ട്. നിറഞ്ഞ കണ്ണാലെ അവളത് പറയുമ്പോൾ അവനത് കണ്ടു നിൽക്കാനായില്ല. അവളുടെ കൈ വേദനിക്കാത്ത രീതിയിൽ അവളെയും കൈകളിലെടുത്ത് മുന്നോട്ട് നടന്നു. ഒരൊറ്റ വണ്ടി പോലും അതുവഴി വന്നില്ല. അവൻ പിന്നെയും അവളുമായി മുന്നോട്ട് നടന്നു. സർ, ഐ എം സോറി സർ, ഐ എം സോറി. അവൻ തന്നെ എടുത്ത് നടക്കുന്നതിനിടയിൽ നിഹ പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്തിനാണെന്ന് അവൻ അന്നേരം ചോദിച്ചില്ല. ഒടുവിൽ അതുവഴി പോയ വണ്ടിക്ക് കൈ കാണിച്ചു നിർത്തിയ ആദം നിഹയും കൊണ്ട് ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. പ്രാഥമിക പരിശോധനയിൽ കൈക്ക് ഒടിവുണ്ടെന്ന് കണ്ടെത്തി. ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുക്കുകയും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്ത് ഒടിഞ്ഞ കൈ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. ഈ സമയത്ത് അവളുടെ കരച്ചിൽ കണ്ട് അവന് ശരിക്കും വിഷമം തോന്നി. പ്ലാസ്റ്റർ ഇടാൻ നേരം കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് നിഹ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു. അവൻ അവളെ നെഞ്ചോട് അണച്ചു പിടിച്ചു.
നല്ല വേദനയും ക്ഷീണവും ഉള്ളതിനാൽ അവളെ കാഷ്വാലിറ്റി തന്നെ ഡ്രിപ്പിട്ട് കിടത്തി. അതിനിടയിൽ ആദം അനിയെ വിവരം അറിയിച്ചു. നിഹ ചെറുമയക്കത്തിലേക്ക് വഴുതി വീണതും ആദം അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അനിയും ആയുഷും അങ്ങോട്ട് വരുന്നത്. ഇതേ സമയത്താണ് ആയുഷും ആദമും പരസ്പരം കാണുന്നത്. രണ്ടുപേരും പകയെറിഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നീട് ആയുഷിന് നേരെ പുച്ഛം കലർന്ന നോട്ട് നൽകി ആദം മുറിവിട്ടിറങ്ങി. കുറച്ച് മുന്നോട്ട് നടന്ന ആദം തിരിഞ്ഞു നോക്കി. അന്നേരാണ് മയങ്ങിക്കിടക്കുന്ന നിഹയുടെ മുടിയിലൂടെ വിരലോടിക്കുന്ന ആയുഷിനെ അവൻ കാണുന്നത്. ആ കാഴ്ച ആദമിൻ്റെ സമനില തെറ്റിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ആദമിൻ്റെ തിരിഞ്ഞു നോട്ടം കണ്ട ആയുഷ് അധികാരഭാവത്തിൽ നിഹയുടെ തൊട്ടരികിലെ കസേരയിൽ വന്നിരുന്നതും ആദം മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. പുറത്തേക്ക് നടന്നു. ആശുപത്രിയുടെ വരാന്തയിൽ കൂടി വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദമിൻ്റെ അരികിലേക്ക് ആയുഷ് വന്നു. ആയുഷിൻ്റെ വരവ് ആദമിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആയുഷിനെ ശ്രദ്ധിക്കാതെ തൻ്റെ ഫോണിൽ ശ്രദ്ധ പതിപ്പിച്ചു. ശരിക്കും നേരത്തെ എന്താണ് സംഭവിച്ചത്? ആരാണ് നിങ്ങളെ ആക്രമിച്ചത്? പേരും അഡ്രസ്സും ചോദിക്കാൻ ഞാൻ വിട്ടുപോയല്ലോ സാറേ. ആളെ ഇനി കാണുകയാണെങ്കിലേ പേരും അഡ്രസ്സും ഒപ്പം ആധാർ നമ്പർ കൂടി വാങ്ങിച്ചു വെച്ചേക്കാം. ആയുഷിൻ്റെ ചോദ്യം കേട്ട് ആദം അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. താനെന്താ കളിയാക്കുക? ആസ് എ പോലീസ് ഓഫീസർ എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്യണം. ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പറയാനുള്ളതൊക്കെ ഞാൻ അവളുടെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ എനിക്ക് സൗകര്യമില്ല. താൻ പോടോ. ആദം, ഞാൻ ആരാണെന്ന് നീ മറന്നു പോകുന്നു. ആയുഷ് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടോ ആയുഷ് മേനോനെ. അല്ല, എൻ്റെ അപ്പച്ചി, അതായത് നിൻ്റെ അമ്മ ഇസബെല്ല എപ്പോൾ ലക്ഷ്മി മേനോനായി? അത് മാത്രം എനിക്കറിയില്ലായിരുന്നു. ആദം പരിഹാസരൂപേണ പറഞ്ഞു. എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചതേ നിൻ്റെ അപ്പച്ചി ഇസബെല്ലേ അല്ലല്ലോ ആദം. ആരോരും ഇല്ലാത്ത ലക്ഷ്മിയാണ്. ആരുമില്ല പോലും. ആയുഷ്, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിൻ്റെ അച്ഛൻ കാരണം നഷ്ടപ്പെട്ടത് മുഴുവനും ഞങ്ങൾക്കാണ്. അതിന് പിന്നാലെ മകനും. ഈ പോലീസ് കുപ്പായ അണിഞ്ഞപ്പോൾ തൊട്ട് നീ എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നതാ. നിൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് ഞാൻ പലതും വേണ്ടെന്ന് വെക്കുന്നത്. ഇനി അതുണ്ടായെന്ന് വരില്ല ആയുഷ്. എനിക്ക് മുന്നിൽ തടസ്സമായതിനൊന്നിനെയും ഞാൻ വളരാൻ അനുവദിച്ചിട്ടില്ല. ഈ ആദം ഇനി അങ്ങോട്ട് അനുവദിക്കുകയില്ല. അത് പറയുമ്പോൾ ആദമിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. നീ എന്ത് ചെയ്യും ആദം? എന്നെ കൊന്നുകളയോ? എനിക്ക് നടക്കട്ടെ. അതിന് ഒരു നിമിഷം മുൻപെങ്കിലും നിൻ്റെ ഈ സെലിബ്രിറ്റി മാസ്ക് വലിച്ചൂരി പകരം ആദം ജോൺ കളരിക്കലെന്ന ആ ഗാങ്സ്റ്ററെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. അതെൻ്റെ വാശിയാണ് ആദം. ഗാങ്സ്റ്റർ ഡിസൈനർ, ആയുഷ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കതിന് ധൈര്യം ഉണ്ടെങ്കിൽ ആവാം ആയുഷ്. അല്ല, ആയുഷ് മേനോൻ എന്തിനാണ് ഈ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിച്ചു വന്നത്? ഇവിടെ നിൻ്റെ ആരേലും പെറ്റി കിടപ്പുണ്ടോ? തനിക്കതറിയില്ല എന്നുണ്ടോ? നിഹാരിക എൻ്റെ തീയെ, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്തിനായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ടൊരു പറിച്ചു നടൽ? ആയുഷാണ് അത് ചോദിച്ചത്. അതെന്ത് ചോദ്യം എൻ്റെ ആയുഷ് സാറേ? എൻ്റെ കമ്പനി ഇവിടെയല്ലയോ? ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ ഞാൻ മുംബൈയിലായിരിക്കും. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, ചെന്നൈ, അങ്ങനെ പലയിടത്തും എന്നെ കണ്ടെന്ന് വരാം. AJ ഡിസൈന് 15-ൽ പരം ശാഖകളുണ്ട്. അവിടെ ഒക്കെ ഞാൻ തന്നെ എത്തണ്ടേ? പിന്നെ ഇവിടെ വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടല്ലോ. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് വല്ലോടത്തും ഇരിക്കപ്പോഴത്തെ ഉണ്ടാവോ? അല്ല, സാറെന്താ ഇങ്ങനെ നോക്കുന്നത്? നിഹാരികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ PA ഞങ്ങളെ ഇഷ്ടത്തിലാ. പെട്ടെന്ന് വിവാഹം ഉണ്ടാവും. അതുകൊണ്ടല്ലേ സാറിൻ്റെ പ്രപ്പോസൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി കിടക്കുന്നത്. ഇനിയും എസ്പറ എന്നും പറഞ്ഞ അവളുടെ പിന്നാലെ നടക്കാതെ ACP സാർ അങ്ങ് കോട്ടയത്തേക്ക് പെട്ടെന്ന് വണ്ടി കയറാൻ നോക്ക്. അവൾ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. ഇത് കേട്ട ആയുഷ് ഒന്ന് ചിരിച്ചു. നല്ല തമാശ. നിനക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ആദം. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിക്കളിയാ? നിങ്ങൾ വ്യത്യസ്ത മതക്കാരാണ്. അവളുടെ ഏട്ടൻ ഇത് സമ്മതിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മതം നോക്കിയിട്ടാണോ എൻ്റെ അപ്പച്ചി നിൻ്റെ അച്ഛനെ കെട്ടിയേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ ഫ്ലോപ്പായി. ഇനി അവളുടെ ഏട്ടൻ്റെ സമ്മതം. എൻ്റെ പപ്പയുടെ സമ്മതം നോക്കിയിട്ടാണോ നിൻ്റെ അമ്മ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അട്ടർ ഫ്ലോപ്പ്. ഞാനേ നിൻ്റെ അമ്മയെപ്പോലെ റൂട്ട് മാറ്റി പിടിക്കാൻ പോവുക ആയുഷ്. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? അവളെയും കേട്ട് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോട്ട് ചെന്നാൽ എൻ്റെ പപ്പയും അമ്മയും ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ആദം പറഞ്ഞു. നിനക്ക് മറ്റൊരു മുഖം ഉണ്ടെന്ന കാര്യം നിഹാരികയോട് ഞാൻ പറഞ്ഞ? ആയുഷ് നിഗൂഢമായ ചിരിയോട് ചോദിച്ചു. എങ്കിൽ പിറ്റേന്ന് രാവിലത്തെ സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ല. ആയുഷ് മേനോൻ്റെ ആയുസേ ഞാനങ്ങ് എടുക്കും. ഉറച്ച വാക്കുകളോടെ വല്ലാത്ത ഭാവത്തിൽ ആദം പറഞ്ഞതും ആയുഷ് ഒന്ന് ഒരു നിമിഷം പതറി. ശരി,
നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ നിന്റെ പ്രണയിനി എന്തിനു നിന്റെ കൈയടിക്കാൻ കൊട്ടേഷൻ കൊടുത്തു? നിനക്കൊരു ഗുണ്ടാ രാജപ്പൻ അറിയോ? ആയുഷിൻ്റെ പരിഹാസം കലർന്ന വാക്കുകൾ തീച്ചുള പോലെ ആദമിൻ്റെ കാതിൽ തുളച്ചു കയറി. നേരത്തെ തീപ്പൊരു ശശി പറഞ്ഞ കാര്യങ്ങളൊക്കെയും ആദം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒപ്പം നിഹയുടെ സോറി പറച്ചിലും. ആദമിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും ആയുഷ് നോക്കിക്കാണുകയായിരുന്നു. നിനക്കറിയോ ആദം, നീ പറഞ്ഞ നിന്റെ പ്രണയിനി നിഹാരികയുടെ മാല ഗുണ്ടാ രാജപ്പൻ തട്ടിപ്പറിച്ചു ഓടും വഴിയാണ് ഞാൻ യാദൃശ്ചികമായി അങ്ങോട്ടെത്തുന്നത്. അവനെ പൊക്കി അത്യാവശ്യം പൊട്ടിച്ചു. മാല തിരിച്ചു കൊടുക്കും വഴി ഈ നിഹാരികയ്ക്ക് തൻ്റെ മാല പൊട്ടിച്ച വ്യക്തിയോട് സിമ്പതി. വയസ്സായ ആളല്ലേ, പാവല്ലേ, അയാളെ ഉപദ്രവിക്കണ്ട, 2 മാസം ജയിലിലിട്ടാൽ മതിയെന്ന്. കൂടെ 2 പേരും തമ്മിൽ കണ്ണുകൊണ്ടുള്ള യാത്ര പറച്ചിലും. 2 പേരുടെയും പ്രവൃത്തിയിൽ എനിക്കെന്തോ സംശയം തോന്നി. സ്റ്റേഷനിലെത്തിയ ഞാൻ രാജപ്പനിട്ട് 2 പൊട്ടിച്ചു. കാര്യങ്ങൾ ചോദിച്ചപ്പോഴല്ല അറിയുന്നത്, ആദം ജോണിനെ പേടിച്ച് ഗുണ്ടാരാജൻ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തിയ ഇടാണ് സബ് ജയിൽ. അതിന് വഴി പറഞ്ഞു കൊടുത്തതാട്ടെ നിന്റെ പ്രണയിനി നിഹാരികയും. കാരണം മറ്റൊന്നുമല്ല, നിന്റെ കൈയൊടിക്കാൻ വേണ്ടി ഗുണ്ടാരാജൻ്റെ സഹായത്തോടെ 10,000 കൊടുത്ത് തുരുമ്പ് വാസുവിനെ ഇറക്കിയതേ നീ നേരത്തെ പറഞ്ഞ നിന്റെ ഈ പ്രണയിനിയില്ലേ, അവളാണ് നിഹാരിക. ഇതുപോലൊരു പ്രണയിനിയെ കിട്ടാൻ പുണ്യം ചെയ്യണം ആദം. തുരുമ്പ് വാസു വഴി നീ ഗുണ്ടാരാജൻ്റെ പേര് കണ്ടെത്തിയെന്ന് നിഹാരിക നിന്നിൽ നിന്നും മനസ്സിലാക്കി. ഗുണ്ടാരാജനെ പൊക്കിയ നിഹാരികയുടെ പേര് പുറത്തു വരും. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാലമോഷണ ഡ്രാമ എനിക്ക് പെരുത്തിഷ്ടായി. ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ. അതുകൊണ്ട് കഥകളൊക്കെയും അറിഞ്ഞ ഞാൻ പാവത്തിനെ അങ്ങ് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് പറഞ്ഞിട്ടു. ആളിപ്പോൾ അവിടെ സേഫാണ്. ഇതാണ് ആദം നിന്റെ ലവ് സ്റ്റോറി? അല്പം വെറൈറ്റി ഉണ്ട്. ആയുഷിൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ ആദമിനെ ചൊടിപ്പിച്ചു. ആയുഷ് പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ ആദമിന് നിഹിയോട് ദേഷ്യം തോന്നി. പക്ഷെ ഇപ്പോൾ ആയുഷിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ വയ്യല്ലോ എന്നോർത്ത് അവൻ അതൊക്കെയും മറച്ചു പിടിച്ചു ഉറക്കെ ചിരിച്ചു. നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിഹനോട് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് പറഞ്ഞിരുന്നു. പാവം കൈക്കടി കിട്ടിയപ്പോൾ കരുതി താനിപ്പോൾ മരിച്ചു പോകുന്നു. അവൾ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അവൾക്ക് അന്നൊരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ് ഒരേ ഒരു കരച്ചിൽ. പിന്നെ സോറി പറച്ചിലോട് പറച്ചിൽ. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പെണ്ണ് കരച്ചിൽ നിർത്തിയത്. പിന്നെ പാവം കയ്യിലെ വേദന പോലും നോക്കാതെ എൻ്റെ മുഖത്ത് ആകമാനം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞില്ലേ. അപ്പോഴത്തെ ടെൻഷനിൽ എനിക്ക് എണ്ണാൻ പറ്റിയില്ല. കുറഞ്ഞത് 10 കാണും. കൂടെ ഐ ലവ് യു ആദം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ചുംബനം തന്നതും ഞാനങ്ങ് എല്ലാം മറന്ന് അവൾക്ക് മാപ്പ് കൊടുത്തു. അല്ലേലും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പെണ്ണാത്. എൻ്റെ ചുണ്ട് കാട്ടിക്കൊണ്ടാണ് ആദം ഇത് പറഞ്ഞത്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, ആരായാലും കൊട്ടേഷൻ കൊടുത്തു പോകും. കാരണം ആദ്യ ദിവസം ഞാൻ അവളെ അമ്മാതിരി വഴക്ക് പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിൽ ചെയ്തു പോയതാവും. നോട്ടി ഗേൾ, കൊച്ചു കുഞ്ഞിൻ്റെ സ്വഭാവം. ആദം ആയുഷിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം ഉണ്ടായ ദേഷ്യമൊന്നും പിന്നീട് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നേ ഇന്ന് എനിക്ക് കൊള്ളേണ്ട ഇടി അവൾ സ്വയം സ്വീകരിക്കൂ. പാവം ഒരുപാട് നൊന്ത് കാണും. പിന്നെ അറിയാതെ പറ്റിപ്പോയ അബദ്ധം മറച്ചു പിടിക്കാൻ അവൾ ഓരോന്ന് കാട്ടിക്കൂട്ടി കാണും. അത് ഞാനങ്ങ് മറന്നു കളഞ്ഞു. അങ്ങനെ മറക്കാതിരിക്കാനും ക്ഷമിക്കാതിരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ. കാരണം ഒരു ദുർബല നിമിഷത്തിൽ ഞങ്ങൾക്കിടയിൽ അത് സംഭവിച്ചു പോയില്ലേ. അന്ന് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതാ, ബാം പുരട്ടി തരേണ്ട ആവശ്യമില്ല, കോഫി ഉണ്ടാക്കി തന്ന് വീട്ടിലോട്ട് പോയിക്കോളാൻ. കേൾക്കണ്ടേ? പിന്നെ ഞങ്ങൾക്കിടയിൽ അന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നേ തന്നോട് പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നിനക്കറിയോ ആയുഷ്, തെറ്റി എൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നില്ല. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം. ഇനി അവളെ ഞാൻ നിനക്ക് എങ്ങനെയാ വിട്ടു തരിക ആയുഷ് എന്നും പറഞ്ഞ ആദം ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ആദം പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ആയുഷ് തറഞ്ഞു പോയിരുന്നു.